നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പലസ്തീൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌനം വെടിയണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് MP. പലസ്തീൻ കൂട്ടക്കുരുതിക്കിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച ഉചിതമായില്ലെന്നും കൊടിക്കുന്നിൽ. കടയ്ക്കൽ കുറ്റിക്കാട് UP സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി PTA-യുടെയും രക്ഷിതാക്കളുടെയും ആരോപണം. കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ സർക്കാർ അനുവദിച്ച പണം വിനിയോഗിക്കുന്നില്ലെന്നും പരാതി. സ്ഥാപന പരസ്യങ്ങളുടെ ശബ്ദപ്രചരണത്തിനെതിരെ ഹൈക്കോടതി ഉത്തരവ് സമ്പാദിച്ചതിന് പിന്നിൽ ഉന്നത പോലീസ് മേധാവിയുടെയും പ്രമുഖ മാധ്യമ സ്ഥാപന ഉടമകളുടെയും ഒത്തുകളിയുണ്ടെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. പുനലൂരിൽ ഓണാഘോഷത്തിന് ഒരുക്കം തുടങ്ങി. 13 നാൾ നീളുന്ന ഓണം ഫെസ്റ്റിന് സെപ്റ്റംബർ 4-ന് തിരിതെളിയും. ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. കടയ്ക്കൽ കുറ്റിക്കാട് UP സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി PTA-യുടെയും രക്ഷിതാക്കളുടെയും ആരോപണം. കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ സർക്കാർ അനുവദിച്ച 1800 രൂപ വീതമാണ് പ്രതിദിനം തട്ടിയെടുക്കുന്നത്. 310 കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതായാണ് സ്കൂൾ അധികൃതർ സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നത്. എന്നാൽ പകുതിയോളം കുട്ടികൾ വീട്ടിൽ നിന്നും ആഹാരം കൊണ്ടുവന്നാണ് കഴിക്കുന്നത്. ഈ തട്ടിപ്പിന് പുറമെ നൽകുന്ന ഭക്ഷണത്തിലും വൻ ക്രമക്കേട് നടക്കുന്നതായി ആരോപണമുണ്ട്. കുറ്റിക്കാട് UPSലെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നതെന്നാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമ്പോഴേക്കും നമുക്കും കാണാൻ സാധിക്കുന്നതാണ്, നല്ല രീതിയിലുള്ള ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. ഒരു 310ഓളം പിള്ളേർ ഈ സ്കൂളിലിപ്പോൾ ഉച്ച ഫീഡിങ്ങിനുണ്ട്. ഈ 310 പിള്ളേരിൽ ഒരു 200 പേരോളം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കൊച്ചുങ്ങൾക്ക് അവർ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. ഒരു കുട്ടിക്ക് 6 രൂപ വീതം ഗവൺമെൻറ് സർക്കാരിൽ നിന്ന് കിട്ടുന്നു എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ 6 രൂപ വെച്ച് 310 പിള്ളേർക്ക് 1860 രൂപ ഒരു ദിവസം സ്കൂളിൻ്റെ ഫണ്ടിൽ വരുന്നുണ്ട്. സ്കൂൾ വളപ്പിൽ കുട്ടികളെ കൊണ്ട് നട്ടുവളർത്തിയ മരച്ചീനി പുഴുങ്ങിയതും കുട്ടികളെ കൊണ്ട് വീടുകളിൽ നിന്നും വരുത്തിക്കുന്ന മുളക് ചമ്മന്തിയുമാണ് ഇവിടെ നൽകുന്നത്. ഒരു കുട്ടിക്ക് 6 രൂപ നിരക്കിൽ സർക്കാർ നൽകുന്ന ഫണ്ട് ഹെഡ്മാസ്റ്ററുടെ നേതൃത്വത്തിൽ തട്ടിയെടുക്കുന്നതായും ആരോപണമുണ്ട്. കഞ്ഞി കൊടുക്കുന്നതിന് എത്ര ചെലവുണ്ടെന്നും എന്താണെന്ന് ചോദിച്ചാൽ സ്കൂൾ കാമ്പൗണ്ടിൽ നട്ടിരിക്കുന്ന കിഴങ്ങ് പുഴുത് ആ കിഴങ്ങൻ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കറിയും ഉണ്ടാക്കി ഇച്ചിരി ചോറും സർക്കാരിൽ നിന്ന് കൊടുത്തിട്ടുള്ള അരി കൊണ്ടുള്ള ചോറും പിന്നെ ചില ദിവസം ഒരു അച്ചാറോ എന്തെങ്കിലും കാണും. മിക്കവാറും മലക്കറി ആഹാരങ്ങൾ ഒരാഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമൊക്കെ കാണുള്ളൂ. ബാക്കിയുള്ള ദിവസമൊന്നും കാണത്തില്ല. പിന്നെ ആഴ്ചയിൽ ഒരു മുട്ടയും 2 പാലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 50 ലിറ്റർ പാലെടുക്കും. ആ 50 ലിറ്റർ പാലിൽ പകുതി ഭാഗം കൊച്ചുങ്ങൾക്ക് കൊടുക്കുകയും ബാക്കി പുളിശ്ശേരിയാക്കി ഉച്ചയ്ക്ക് ചില ദിവസങ്ങളിൽ കറി ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് അവിടുത്തെ ഭക്ഷണ രീതി. അപ്പോൾ ഇതിന് ഒരു മാറ്റം വരുത്തണം. അതിനുവേണ്ടി എന്താണെന്ന് വെച്ചാൽ അതിനുള്ള നടപടി ഉണ്ടാവണം. അതാണ് രക്ഷകർത്താക്കളുടെയും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും പൊതുവായിട്ടുള്ള അഭിപ്രായം. പരാതികൾ ഉയർന്നതിനെ തുടർന്ന് പുഴുങ്ങിയ ചീനിക്ക് പകരം ചീനി കൊണ്ടുള്ള കറിയാണ് ഇപ്പോൾ ചോറിനൊപ്പം കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. പച്ചക്കറികൾ കൊണ്ടുള്ള ഭക്ഷണം നൽകണമെന്ന സർക്കാർ ഉത്തരവ് ഇവിടെ പാലിക്കപ്പെടുന്നില്ലെന്ന് ആരോപണമുണ്ട്. കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്ന പദ്ധതിയിൽ 50 ലിറ്റർ പാൽ വാങ്ങുന്നതിൽ പകുതി മാത്രമാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. ബാക്കിയുള്ള പാൽ തൈരാക്കി കുട്ടികൾക്ക് ആഴ്ചയിലൊരിക്കൽ ചോറിനൊപ്പം നൽകുന്നുവെന്നും ആരോപണമുണ്ട്. ബില്ല് മാറിയെടുക്കുന്ന കാശെന്ന് പറഞ്ഞാൽ അത് ഹെഡ്മാസ്റ്ററാണ് ബില്ല് മാറുന്നത്. പുള്ളി തന്നെയാണ് അക്കൗണ്ടെല്ലാം കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ അക്കൗണ്ടൊന്നും എത്ര രൂപ കിട്ടുന്നോ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം നമുക്കിപ്പോൾ ഇല്ല. ഹെഡ്മാസ്റ്ററാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പലസ്തീൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌനം വെടിയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് MP. പത്തനാപുരത്ത് ചാനൽ ലൈവിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ട നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ അവിടെ തോക്കുകൾക്കിരയാകുമ്പോൾ അതിൽ ഇസ്രായേലിനെ പിന്മാറ്റാൻ തയ്യാറാകാത്ത അമേരിക്ക, അത് പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്ക, ആ അമേരിക്കയുടെ നിലപാടിനെതിരെ പരസ്യമായി അഭിപ്രായം പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ്. വിദേശകാര്യ വകുപ്പ് മന്ത്രി സുഷമ സ്വരാജ് പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഈ കാര്യങ്ങളെ സംബന്ധിച്ച ഒരു വിശദീകരണം നൽകിയെന്നല്ലാതെ ഒരു വ്യക്തമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായൊരു കാഴ്ചപ്പാട് പറഞ്ഞില്ല. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്.
നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മൗനം പാലിച്ചിരിക്കുകയാണ്. അപ്പം പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞ് ഇന്ത്യ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. പലസ്തീനിൽ മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രയേലിന്റെ ക്രൂര നടപടിയിൽ പ്രതിഷേധിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാർ നടപടി ലോകമനസാക്ഷിക്ക് മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ഭാരത സർക്കാരിന്റെ ഈ നടപടി അപലപനീയവും അപമാനകരവുമാണെന്നും മുൻ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രതികരിച്ചു. ഗാസ പോലെയുള്ള ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ എതിർക്കുകയും അതുപോലെ ഐക്യരാഷ്ട്ര സംഘടന പോലും അതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കയാണ് ആധുനികമായ ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ സഹായങ്ങളും നൽകി ഗാസയെ ആക്രമിക്കാൻ ഗാസയെ ആക്രമിക്കാൻ ഇസ്രായേലിനെ എല്ലാ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയെ ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും അപലപിച്ച ഘട്ടത്തിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയെ രാജ്യത്തെത്തിച്ച് സൽക്കരിക്കുന്നത് ഒഴിവാക്കാമായിരുന്നുവെന്നും അമേരിക്കയ്ക്കും ഇസ്രയേലിനും അനുകൂലമായ നിലപാടാണ് രാജ്യം സ്വീകരിക്കുന്നതെന്നും എം പി കൂട്ടിച്ചേർത്തു. കെറി ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ വന്നു. അദ്ദേഹത്തെ കാണാൻ ക്ഷണിച്ചു വരുത്തി എല്ലാ ആചാരങ്ങളോടുകൂടി സ്വീകരിച്ച് ചർച്ചകൾ നടത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് തീർച്ചയായും ഈ കെറിയുടെ സന്ദർശനം ഈ ഒരു സമയത്ത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. കെറി എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ കെറിയുടെ ഈ പ്രാവശ്യത്തെ വരവ് ഗാസയിൽ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കെറിയെ പോലെയുള്ള അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ ഇന്ത്യയിൽ വരുന്നത് അല്ലെങ്കിൽ വന്നത് തീർച്ചയായും ഒഴിവാക്കേണ്ടതായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിൽ ഓണാഘോഷത്തിന് ഒരുക്കം തുടങ്ങി. 13 നാൾ നീളുന്ന ഓണം ഫെസ്റ്റിന് സെപ്റ്റംബർ 4 തിരിതെളിയും. ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷൻ പുനലൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സെപ്റ്റംബർ 3 മുതൽ 15 വരെയാണ് ഓണം ഫെസ്റ്റ്. സംഘാടക സമിതി രൂപീകരിച്ച് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദും ഉപാധ്യക്ഷൻ എസ് ബിജുവും പുനലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദാണ് ഫെസ്റ്റിന്റെയും അധ്യക്ഷ. സെപ്റ്റംബർ 4 വൈകിട്ട് കുടുംബശ്രീയുടെയും പുനലൂരിലെ വിവിധ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ വമ്പിച്ച ഘോഷയാത്രയോടെയാകും ഫെസ്റ്റിന് തുടക്കം കുറിക്കുക. തുടർന്ന് നടക്കുന്ന ചടങ്ങ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പങ്കെടുക്കും. സംസ്ഥാന നഗരകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളാം കുഴിയാലി, MP-മാർ, MLA-മാർ, ജില്ലാ കളക്ടർ ADGP B സന്ധ്യ, പ്രശസ്ത കവികളായ മുരുകൻ കാട്ടാക്കട, അനിൽ പനച്ചൂരാൻ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കും. പുനലൂർ നഗരസഭയുടെയും വ്യാപാരി വ്യവസായികളുടെയും പുനലൂരിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരുടെയും സഹായ സഹകരണത്തോടെ ഓണം ഫെസ്റ്റിവൽ 2014 സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 15 വരെ ചെമ്മന്തൂരിലെ സ്റ്റേഡിയത്തിലും നഗരത്തിൻ്റെ വിവിധ മേഖലകളിലുമായി വെച്ച് നടത്തുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ വൈസ് ചെയർമാനായി ജനറൽ കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ ചെയർമാനായി നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി രാധാമണി വിജയാനന്ദ പ്രവർത്തിക്കും. സെപ്റ്റംബർ 4 വൈകിട്ട് 5 മണിക്ക് പട്ടണത്തിൽ കുടുംബശ്രീ പ്രവർത്തകരും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും അണിനിരക്കുന്ന ഒരു വലിയ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. 4 വൈകുന്നേരം സ്റ്റേഡിയത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KM മാണി ഫെസ്റ്റിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 12 നഗരകാര്യ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ മഞ്ഞളാംകുഴി അലിയും സമാപന ദിവസമായ 15 വൈകിട്ട് കേരളത്തിന്റെ ആരാധനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദനും ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഫെസ്റ്റിനോടനുബന്ധിച്ച് പ്രശസ്ത സിനിമാ പിന്നണി ഗായിക റിമി ടോമിയുടെ മെഗാഷോയും നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും അരങ്ങേറും. വിവിധ ദിവസങ്ങളിലായി പ്രാദേശിക നൃത്തസംഘങ്ങളുടെ നൃത്തപരിപാടികളും നടക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, സിനിമാ രംഗത്തെ ശ്രദ്ധേയരായ വ്യക്തികൾ വിവിധ ദിവസങ്ങളിൽ ഫെസ്റ്റിൽ പങ്കെടുക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തുന്ന അമ്യൂസ്മെന്റ് പാർക്ക് 3 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇക്കോ ടൂറിസം മേഖലയായ തെന്മല ലുക്കൌട്ടിൽ മാലിന്യം കുന്നുകൂടുന്നു. മാലിന്യം നീക്കം ചെയ്യാനോ മാലിന്യം തടയുന്നത് തടയാനോ നടപടിയില്ല. മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെ നാട്ടുകാർ സമരത്തിനൊരുങ്ങുന്നു.
കല്ലട ജലസേചന പദ്ധതിയുടെ അധീനതയിലുള്ള വാച്ച് ടവറിൽ ദിവസവും നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. എന്നാൽ ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാൻ KIPO തെന്മല ഗ്രാമപഞ്ചായത്തോ നാളിതുവരെ മുൻകൈയെടുത്തിട്ടില്ല. ഇതുകൂടാതെ സഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി ഇറങ്ങുന്ന നടപ്പാത കാട് മൂടിയ നിലയിലാണ്. ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണെന്നും സഞ്ചാരികളുടെ ജീവന് തന്നെ ഇത് ഭീഷണിയാണെന്നും പ്രദേശത്തെ പൊതുപ്രവർത്തകൻ സന്തോഷ് ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികൾ ധാരാളമായി എത്തുന്ന ഇവിടുത്തെ വാച്ച് ടവറിന്റെ കൈവരികളും തകർന്ന നിലയിലാണ്. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സന്തോഷ് ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇതിനുവേണ്ടി പരാതി കൊടുത്തിട്ട് ഇന്ന് വരെയും നടപടിയെടുത്തിട്ടില്ല. KIPയുടെ പരിധിയിലുള്ള ഈ പ്രദേശത്ത് സഞ്ചാരയോഗ്യമായ ഒരു പ്രദേശമല്ല. ഇതിലേക്കൂടെ നടന്നു പോകുമ്പോൾ ഇഴജന്തുക്കൾ കാരണം മനുഷ്യനിൽ നടക്കാൻ പറ്റുന്ന സ്ഥിതിയാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടപ്പെട്ട ഒരു സൗകര്യമില്ല, ഒരു ടോയ്ലറ്റ് ഇല്ല, അതിന് വേണ്ട ഒരു സൗകര്യമില്ലാതെ ഏറ്റവും കൂടുതൽ മോശമായി കിടക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഈ ലുക്കോട്ട് പ്രദേശം. സ്ഥലം MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ട് ഈ കൈവരിയോ ഈ പാതകളോ ഒന്നും നിർമ്മിക്കാതെ നടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വമ്പിച്ച പ്രതിഷേധം തെന്മല പഞ്ചായത്ത് ഓഫീസിലേക്കും KIPയിലേക്കും പ്രതിഷേധമെടുക്കും എന്നുള്ള കാര്യത്തിൽ DYFന്റെ നേതൃത്വത്തിലും ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമരം എടുക്കുമെന്നാണ്. ന്യൂസ് ബ്യൂറോ തെന്മല. സ്ഥാപന പരസ്യങ്ങളുടെ ശബ്ദ പ്രചരണത്തിലും ഹൈക്കോടതി ഉത്തരവ് സമ്പാദിച്ചതിനു പിന്നിൽ ഉന്നത പോലീസ് മേധാവിയുടെയും പ്രമുഖ മാധ്യമ സ്ഥാപന ഉടമകളുടെയും ഒത്തുകളിയുണ്ടെന്ന് ലൈറ്റ് ആൻഡ് സൌണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ആരോപിച്ചു. കടയ്ക്കൽ മേഖല പ്രവർത്തക യോഗത്തിലാണ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചത്. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ സെക്രട്ടറി CV എംഗൽസ് ഉദ്ഘാടനം ചെയ്തു. ശരിക്കും നമ്മൾ ഓണപരിപാടികളെല്ലാം വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓണമില്ലാതെ പല പരിപാടികളും വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ സഹകരിക്കുകയാണ്. പക്ഷെ നമ്മൾ സഹകരിക്കുന്നു എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാവൂ എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അങ്ങനെ ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുകയും വീട്ടിലുള്ള കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബവുമായിട്ടോ ഓണത്തിന്റെ ദിവസങ്ങൾ ചെലവഴിക്കുന്ന സമയം വൈക്കാനെ സംബന്ധിച്ച് ഇല്ല, അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് അത്രയും മാനസിക സമ്മർദ്ദം അനുഭവിച്ച് ജോലി ചെയ്തിട്ട് പോലും നമ്മളുടെ തൊഴിലിന് സുരക്ഷിതത്വമില്ല, അല്ലെങ്കിൽ നമ്മളുടെ തൊഴിൽ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് വേറൊരു വിഭാഗമാണ്. ഈ തൊഴിലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പോലീസോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ആ ഒരു അവസ്ഥ മാറണം. പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദപ്രചരണം ഹൈക്കോടതി തടഞ്ഞു എന്നുള്ള ഉത്തരവ് സമ്പാദിച്ചതിന് പിന്നിൽ കേരളത്തിലെ ഒരു ഉന്നത പോലീസ് മേധാവിയും പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ അധികാരികളും ചേർന്നുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്ന് CV എംഗൽസ് ആരോപിച്ചു. വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ പ്രിന്റഡ് മാധ്യമങ്ങളിൽ ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായാണ് ഇങ്ങനെ ഒരു നിയമമുള്ളതായി വരുത്തി മൈക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചതിന് പിന്നിലെന്നും എംഗൽസ് ആരോപിച്ചു. വിവരാവകാശ നിയമപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഇത്തരമൊരു നിയമമില്ലെന്ന് ഹൈക്കോടതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. സംഘടനാപരമായ പ്രവർത്തനം ഇല്ലാത്തതാണ് ഈ മേഖലയെ തകർക്കുന്നതിന് മറ്റുള്ളവർ ശ്രമിക്കുന്നതിന് പിന്നിലെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഓണമടക്കമുള്ള ആഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. ഇങ്ങനൊരു പരസ്യ പ്രചരണത്തിന് ഞങ്ങൾക്ക് മൈക്സെറ്റിന് സാങ്ഷൻ തരില്ല എന്ന് അവിടെ കർശന നിലപാട് പോലീസ് എടുത്താൽ സംസ്ഥാന കമ്മിറ്റിയോട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഫോണിൽ വിളിച്ചിരുന്നു. നമ്മൾ അടിയന്തരമായി യോഗം കൂടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇങ്ങനൊരു ആലോചന വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മൈക്സെറ്റുകാരും ഈ ആലോചനയുമായി സഹകരിച്ചാൽ ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ കേരളം നിശ്ചലമാവും. കേരളത്തിന്റെ ദേശീയ ഉത്സവം നഷ്ടമാകും, അക്ഷരാർത്ഥത്തിൽ നഷ്ടമാവും. അക്ഷരാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടും നഷ്ടമാവും, പറയുന്നത് പോലെ തന്നെയാണ്. കാര്യം മൈക്കില്ലെങ്കിൽ ഇവിടെ ഒരു ആഘോഷം നടക്കില്ല. നമ്മൾ സമരം ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, സമൂഹത്തിനെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മുടെ ഭൂമിയിൽ ജനിച്ച ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. കീർത്തി ബാബു ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. മുരളി അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് A ബഷീർകുട്ടി മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. 13 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കടയ്ക്കൽ. ആകെ സമ്പാദ്യമായ വീടും വസ്തുവും മക്കൾക്ക് വീതിച്ചു നൽകിയിട്ടും വയോധിക മാതാവിനെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന് പരാതി. കരവാളൂർ മാത്ര നിരപ്പിൽ സ്വദേശിനിയായ 71കാരിയാണ് സംരക്ഷണമില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. കരവാളൂർ മാത്ര നിരപ്പിൽ കറുത്തകുന്നിൽ പുത്തൻ വീട്ടിൽ 71കാരിയായ സരസമ്മയാണ് മക്കളുടെ സംരക്ഷണയില്ലാതെ ജീവിത സായാഹ്നത്തിൽ ദുരിതമനുഭവിക്കുന്നത്. തനിക്ക് ആകെയുണ്ടായിരുന്ന 10 സെന്റ് ഭൂമിയും വീടും 2 ആൺമക്കൾക്കും മകൾക്കും കൂടി വീതിച്ചു നൽകി. എന്നാൽ മൂത്തമകൻ മോഹനൻ സഹോദരങ്ങളിൽ നിന്നും 2.5 ലക്ഷം രൂപയ്ക്ക് വീട് വിലയാധാരം എഴുതി വാങ്ങി. അമ്മയെ മരണം വരെ സംരക്ഷിക്കാമെന്ന കരാറിലായിരുന്നു മൂത്തമകൻ വസ്തുവും വീടും സ്വന്തമാക്കിയത്. ഈ വസ്തു അച്ഛന്റെ മുതലായപ്പോ അച്ഛൻ മരിച്ചുപോയി. മക്കൾക്ക് വസ്തുവിന് ഓഹരി വയ്ക്കണമെന്ന് പറഞ്ഞ് പ്രശ്നവും വഴക്കുമായപ്പോൾ ഓഹരി ചെയ്തു. മൂത്ത മോൻ വിലയ്ക്ക് മേടിച്ചു.
വിലയ്ക്ക് മേടിച്ച് 2,65,000 രൂപയ്ക്ക് ഞങ്ങൾക്ക് 3 പേർക്കൂടെ പങ്ക. സോമന് 2 ലക്ഷം. സോമൻ എന്ന് പറഞ്ഞ ഇളയ മോന, അവന് 2 ലക്ഷം കൊടുത്തു. ഓമനെ ഒപ്പിടേണ്ടതിന് മൂത്ത മോള, അവക്ക് 15 കൊടുത്തു. ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോൾ എനിക്ക് 50,000 തരാമെന്ന് പറഞ്ഞു. അവൻ തന്നില്ല. എന്നാൽ മകൻ ഈ വീട് മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകിയ ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. മകൻ വാടകയ്ക്ക് നൽകിയ വീട്ടിൽ വാടകക്കാരുടെ സഹായത്തോടെയാണ് വയോധിക ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കാണിച്ച് സരസമ്മ പലതവണ പുനലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് സരസമ്മ പറയുന്നു. ഭർത്താവിൽ നിന്നും അനന്തരാവകാശമായി ലഭിച്ച വീട് മക്കൾക്ക് ഭാഗിച്ചു നൽകിയ വിധവയായ സരസമ്മ ഇപ്പോൾ മകൻ വാടകയ്ക്ക് നൽകിയ വീടിന്റെ അടുക്കളപ്പുറത്തെ വരാന്തയിൽ ഒരു അഭയാർത്ഥിയെ പോലെ കഴിയുകയാണ്. എനിക്ക് കിടക്കണ സ്ഥലമില്ല. ഞാനിപ്പോൾ ഈ വർക്കേറി ഈ അടുക്കള വാതിലൊരു വരാന്തയുണ്ട്, അതിനകത്താണ് ഞാൻ കിടക്കുന്നത്. മഴ നനഞ്ഞും വെയിലും മഴ നനഞ്ഞ് തീതാനം കാറ്റി അടിച്ച് ഞാൻ ഇച്ചിരി അരിയിട്ട് കഞ്ഞി വെച്ച് ഞാൻ ഇവിടെ കിടക്കുക. ഈ വീട് മറ്റൊരാൾക്ക് വിൽക്കാനായി മകന്റെ നേതൃത്വത്തിൽ കരാർ എഴുതി കഴിഞ്ഞു. ബസ് വിൽക്കാനായിട്ട് എഗ്രിമെന്റ് 6 മാസ കാലാവധി പറഞ്ഞ് എഗ്രിമെന്റ് എഴുതി. ഈ വില എഴുതാറായി പോയി. എനിക്ക് കിടക്കാൻ സ്ഥലമില്ല. ഇവന് മൂത്ത മോൻ ബസ് എഴുതി മേടിച്ച മൂത്ത മോൻ എന്നെ അടിച്ച് എന്റെ സാധനം പിറകി എന്നെ അടിച്ച് പുറത്തിറക്കിയിട്ട് അവൻ ബസ് എഗ്രിമെന്റ് എഴുതി. വിലക്കാർക്ക് എഗ്രിമെന്റ് എഴുതി. 6 മാസമായി എഗ്രിമെന്റ് എഴുതിയിട്ട്. 6 മാസമായി എഗ്രിമെന്റ് എഴുതിയിട്ട് വില എഴുതാറായി പോയി. ഈ വീടും കൂടി വിറ്റ് കഴിഞ്ഞാൽ എവിടെ പോകണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ വയോധിക. എനിക്ക് കിടക്കാൻ സ്ഥലം വേണം. ഇത് പൊതുവല്ലാത്തായി വീട് നിൽക്കുന്നത്. ഒന്നീ എനിക്ക് സ്ഥലം തരണം, കിടക്കാൻ എനിക്ക് കിടക്കണം. ഒന്നീ എനിക്ക് കിടക്കണം. അതനുസരിച്ച് വസ്തു മേടിക്കാൻ രൂപ തരണം. 2 ലക്ഷം രൂപ എനിക്ക് തരണം. അതല്ലാത്ത പക്ഷം ഞാൻ ഞങ്ങൾക്ക് ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് എന്നെ കടന്ന് മരിക്കുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വാശ്രയ കർഷക സമിതിയിലെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ 10ാമത് വാർഷികം ഈ മാസം 7-ന് നടക്കും. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി PK മോഹനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സംഘാടകർ കൊട്ടാരക്കരയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആഗസ്റ്റ് 7-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സമിതി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് സംസ്ഥാന കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് P ആയിഷ പൊറ്റി MLA ചടങ്ങിൽ അധ്യക്ഷയാകും. മുൻ കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യാതിഥിയാകും. മൈലം, കുളക്കട, തലവൂർ, പട്ടാഴി, വടക്കേക്കര, തെക്കേക്കര, കൊട്ടാരക്കര എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകരെ ഉൾപ്പെടുത്തി നവംബർ 21-നാണ് ഇഞ്ചക്കാട് സ്വാശ്രയ കർഷക സമിതി പ്രവർത്തനം ആരംഭിച്ചത്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ ജില്ലാ മാനേജർ S സിന്ധു, ഡെപ്യൂട്ടി മാനേജർ AP ദീപ്തി, സമിതി പ്രസിഡന്റ് തുളസീധരൻ നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. ഇഞ്ചക്കാട് സ്വാശ്രയ കർഷക സമിതി പ്രവർത്തനം ആരംഭിച്ച് 10 വർഷമാവാണ്. 10ാമത് വാർഷികവും ഒരു കുടുംബ സംഗമവും ബഹുമാനപ്പെട്ട MLA ശ്രീമതി ആയിഷ പൊറ്റി അവരുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട കൃഷി മൃഗസംരക്ഷണ സ്റ്റേഷനറി അച്ചടി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ അവർ നിർവഹിക്കുന്നതാണ്. ഇതിന്റെ വാണിജ്യാടിസ്ഥാനത്തിൽ വാഴയും പച്ചക്കറിയും കൃഷി ചെയ്യുന്ന കർഷകരെ കൂട്ടി ഒഴിപ്പിച്ചുകൊണ്ടുള്ള സ്വാശ്രയ സംഘങ്ങളിൽ നിന്നാണ് ഇഞ്ചക്കാട് യൂണിയന്റെ തുടക്കം. ഏതാണ്ട് 25ഓളം സ്വാശ്രയ കർഷക സമിതികൾ മൈലം, കുളക്കര, പട്ടാഴി, തലവൂര്, പട്ടാഴി, വടക്കേക്കര, തെക്കേക്കര, കൊട്ടാരക്കര എന്നീ പഞ്ചായത്തുകളിലായിട്ട് ഉള്ള കർഷകരെ കൂട്ടി ഒഴിപ്പിച്ചുകൊണ്ട് വാഴയും പച്ചക്കറിയും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ കൂട്ടി ഒഴിപ്പിച്ചുകൊണ്ട് സ്വാശ്രയ സംഘങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി കർഷകരെ അതിൽ നിന്നും വിപണന മാസ്റ്റർ കർഷകരെ കൂട്ടി ഒഴിപ്പിച്ചുകൊണ്ട് വിപണി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 50 കർഷക ആദരിക്കുന്ന പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങുകളുണ്ട്. മികച്ച കർഷകരെ, സീനിയർ കർഷകരെ, ജോലി ചെയ്യാൻ വയ്യാത്ത അവസരമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് സമാശ്വാസ ഫണ്ട്, അതുപോലെ തന്നെ മൈലം പഞ്ചായത്തിലെ CD യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്ന കാമറക്കുടി ഹൈസ്കൂളിലെ CD യൂണിറ്റിനെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് വില കിട്ടുന്ന ഏക ആശ്രയം GPCക്ക് മാത്രമാണ്. കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഇപ്പോൾ ഒന്നാമത് കൃഷി ഓഫീസർ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറ ഗ്രാമപഞ്ചായത്തിലെ വിധവകളുടെ മക്കൾക്ക് വിവാഹ ധനസഹായം ലഭ്യമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ നായർ അർഹരായവർക്ക് ചെക്കുകൾ വിതരണം ചെയ്തു. ഇന്ന് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും വികലാംഗ പെൻഷനും കർഷക പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും അടക്കം ഏകദേശം 9,000-ൽ പരം ആൾക്കാർ ഇന്ന് വിവിധ പെൻഷനുകൾ ചിതറ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൈപ്പറ്റും. വിധവകളുടെ മക്കളെ വിവാഹം കഴിച്ച് അയപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം 19 പേർക്കാണ് ഇപ്പോൾ അനുവദിച്ചു വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചു വന്നത് ശ്രീമതി
സരസ്വതി അമ്മ ബിനു ഭവൻ കണ്ണങ്കോട് തോട്ടമുക്ക് എന്ന വ്യക്തിക്കാണ് 30,000 രൂപ. അതിൻ്റെ ചെക്ക് നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ 19 പേരാണ് വിവാഹ ധനസഹായത്തിന് അർഹരായത്. തിങ്കളാഴ്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈല ബീവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പേഴിമുട് സണ്ണി, മധുര വിജയൻ, മുല്ലശ്ശേരി നജീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുന്നല കരിമ്പാലൂരിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ നമസ്കാര പള്ളി വിശ്വാസികൾക്കായി തുറന്നു നൽകി. ഇടത്തറ അറബിക് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ റഹ്മാൻ മൗലവിയാണ് നമസ്കാര പള്ളി തുറന്നു നൽകിയത്. ദൃശ്യങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പലസ്തീൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിയണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് MP. പലസ്തീൻ കൂട്ടക്കുരുതിക്കിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച ഉചിതമായില്ലെന്നും കൊടിക്കുന്നിൽ. കടയ്ക്കൽ കുറ്റിക്കാട് UP സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി PTA-യുടെയും രക്ഷിതാക്കളുടെയും ആരോപണം. കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ സർക്കാർ അനുവദിച്ച പണം വിനിയോഗിക്കുന്നില്ലെന്നും പരാതി. സ്ഥാപന പരസ്യങ്ങളുടെ ശബ്ദ പ്രചരണത്തിനെതിരെ ഹൈക്കോടതി ഉത്തരവ് സമ്പാദിച്ചതിന് പിന്നിൽ ഉന്നത പോലീസ് മേധാവിയുടെയും പ്രമുഖ മാധ്യമ സ്ഥാപന ഉടമകളുടെയും ഒത്തുകളിയുണ്ടെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. പുനലൂരിൽ ഓണാഘോഷത്തിന് ഒരുക്കം തുടങ്ങി. 13 നാൾ നീളുന്ന ഓണം ഫെസ്റ്റിന് സെപ്റ്റംബർ 4-ന് തിരിതെളിയും. ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.